രാധേകർണൻ അധ്യായം 21. ഞാനും വൃഷാലയും പുറത്തേക്ക് കടക്കാനിരിക്കുകയായിരുന്നു. പിതാമഹന്റെ ശബ്ദം കേട്ടു മടങ്ങി. അതെങ്ങനെ? ഗുരുദ്രോണർ അദ്ദേഹത്തോട് ചോദിച്ചു. ഗുരുദ്രോണർ, അർജുനോടുള്ള സ്നേഹം താങ്കളെ അന്ധനാക്കിയിരിക്കുന്നു. അന്ധൻ മാത്രമല്ല, ബധിരനും. അത് ആവശ്യത്തിലധികമാകുമ്പോൾ ദുർഗുണമായി ഭവിക്കും. പറയൂ പിതാമഹ, എന്തുണ്ടായി? എങ്ങു നിന്നും ശബ്ദം കേട്ട് ലക്ഷ്യം ഭേദിക്കാൻ അറിയുന്നവർ 4 പേരെ ഇവിടെയുള്ളൂ. 1 കർണൻ, 2 ദ്രോണർ, 3 അർജുനൻ, പിന്നെ 4ാമത് ഞാൻ. കൈ ഉയർത്തി പിതാമഹൻ പറഞ്ഞു. ഇപ്പോൾ കളരിയിൽ എല്ലാവരും പിതാമഹന് മാത്രം നോക്കി. കുരുകുലത്തിലെ ആ മൂർച്ചയേറിയ നിർമ്മലമായ സത്യം വെളിപ്പെടുത്തി. ഈ 4 പേരിൽ കർണൻ അർജുനെ പോലെ തന്നെ മത്സര രംഗത്തായിരുന്നു. കണ്ണുകൾ കെട്ടിയതുകൊണ്ട് അയാൾക്ക് താൻ വിട്ട ശരം കാണാൻ കഴിഞ്ഞില്ല. ഞാൻ പറയുന്നു, നായ കുരയ്ക്കും മുമ്പ് മധുരമായ ഒരു ശബ്ദം കേട്ടിരുന്നു. കർണൻ ഉന്നം പിഴയ്ക്കാതെ അമ്പെയ്തു. അതുകൊണ്ട് ആ മാല കർണന്റെ കഴുത്തിൽ അണിയിക്കേണ്ടിയിരിക്കുന്നു. എന്ത് ശബ്ദം പിതാമഹ, എന്ത് ശബ്ദം, എന്ത് ശബ്ദം? ചുറ്റും നിന്ന് ആളുകൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്റെ മനം നിറഞ്ഞു. അതെന്റെ ഉള്ളിൽ മന്ത്രിച്ചു. പിതാമഹ, ഈ ഹസ്തിനാപുരിയിൽ അഹങ്കാരരഹിതനും സത്യനിഷ്ഠനുമായി ഞാൻ കാണുന്ന ആദ്യത്തെ വ്യക്തി അങ്ങാണ്. അങ്ങയുടെ സത്യനിഷ്ഠ ധന്യമാണ്. നായയുടെ കുരയ്ക്ക് മുമ്പ് തന്നെ മരത്തിൽ ഒരു കിളി കുഞ്ഞുങ്ങളുടെ കൊക്കിൽ ആഹാരമിട്ട് കിക്കിളി ശബ്ദമുണ്ടാക്കി. കർണൻ ആ ശബ്ദം കേട്ട ഉടൻ തന്നെ ലക്ഷ്യം തെറ്റാതെ അമ്പെയ്തു. വായിൽ സൂചിബാണവുമായി ആ പക്ഷി മരത്തിലിരിപ്പുണ്ട്. എനിക്കത് ഇവിടെ നിന്ന് നന്നായി കാണാം. ഈ ലക്ഷ്യഭേദനം അർജുൻ്റെതിനേക്കാൾ കേമമാണ്. കർണനാണ് ഇന്നത്തെ 1ാം കിടവില്ലാളി. ഒരു മരത്തിലേക്ക് അദ്ദേഹം ചൂണ്ടി. വിരലന്തി ദിശയിലേക്ക് 1000 കണ്ണുകൾ പൊങ്ങി. ഉത്കണ്ഠയോടെ ഒരു വേടൻ ആ മരത്തിനടുത്തേക്ക് ഓടി. കോലാഹലം കേട്ട് പേടിച്ചിരണ്ട ഒരു കിളിയെ അയാൾ സമർത്ഥമായി പിടിച്ചു കൊണ്ടുവന്നു. അവൻ പക്ഷിയെ പിതാമഹന്റെ കയ്യിൽ കൊടുത്തു. എന്റെ കൊക്കിൽ തറച്ച എന്റെ സൂചിബാണം അദ്ദേഹം പുറത്തെടുത്തു. വീണ്ടും അതിന്റെ മധുരമായ ശബ്ദം കേട്ടു തുടങ്ങി. അത് കേട്ടപ്പോൾ സംഭവങ്ങളെല്ലാം എന്റെ മനസ്സിലെത്തി. അദ്ദേഹം പക്ഷിയെ പറത്തിവിട്ടു. കിക്കിളി ശബ്ദമുണ്ടാക്കി ചിറകടിച്ച് അത് കൂട്ടിലേക്ക് പറന്നുപോയി. എങ്ങും കയ്യടിയുടെ മുഴക്കമായി. പ്രധാന കവാടത്തിൽ വൃഷാലി എന്നെ ആലിംഗനത്തിൽ മുറുക്കി. ചുറ്റും ജയഘോഷം. വീരനായ കർണൻ വിജയിക്കട്ടെ, പിതാമഹൻ ഭീഷ്മർ വിജയിക്കട്ടെ. എന്റെ മനസ്സ് ഒരു വേള ഭീഷ്മ പിതാമഹന്റെ നേരെ ആദരവ് പ്രകടിപ്പിച്ചു. അടുത്ത ക്ഷണം അർജുനെ ഹാരമണിക്കുന്ന ഗുരുദ്രോണനെ തിരസ്കരിക്കും വിധം ജ്വലിച്ചു. ഒരു വേള എനിക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന വൃഷാലിയുടെ വിശുദ്ധ സ്നേഹത്തിൽ മനസ്സ് മുഴുകി. അടുത്ത ക്ഷണം മാലയണിഞ്ഞിരിക്കുന്ന അർജുനോടുള്ള വിരോധം മൂലം വിറയാർന്നു. ക്രോധം അഗ്നി പോലെയാണ്. ആ അഗ്നിയിൽ മറ്റുള്ള കോമള ചിന്തകളെല്ലാം എരിഞ്ഞു ശാമ്പലാകും. ആ മഹാഗ്നി ഒരിക്കൽ ആളിയാൽ അണയ്ക്കുക പ്രയാസമാവും. നഗരവാസികളുടെ ഇടയിലൂടെ മണ്ഡപത്തിലേക്ക് നുഴഞ്ഞുപോയി. ഞാൻ മണ്ഡപത്തിലേക്ക് കയറിയപ്പോൾ ജനം ഉന്മത്തരായി ഉത്തരീയമുയർത്തി പറപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ കളരി ഒരു ഉത്സവത്തിമിർപ്പിലായിരുന്നു. ഞാൻ കൈയുയർത്തി എല്ലാവരോടും ഇരിക്കാൻ സൂചന നൽകിയപ്പോൾ എല്ലാവരും സ്നേഹാധിക്യത്തിൽ ഇരുന്നു. 1000 കാതുകൾ കൂർപ്പിച്ച് അവർ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു. കൈയുയർത്തി ഞാൻ ഉച്ചത്തിൽ പറഞ്ഞു, എന്റെ കഴുത്തിൽ നീലത്താമര വീണിട്ടില്ല. അതുകൊണ്ട് എന്റെ വിജയം കളങ്കപൂർണമാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എങ്കിൽ കർണൻ ഹസ്തിനാപുരിയിലെ ഈ മണ്ഡപത്തിൽ കയറി നിന്ന് യുവരാജാവായ അർജുനെ ദ്വന്ദ്വയുദ്ധത്തിനായി വെല്ലുവിളിക്കുന്നു. 1ാമനാരെന്ന് ദ്വന്ദ്വയുദ്ധത്തിലൂടെ നിശ്ചയിക്കപ്പെടട്ടെ. ജനങ്ങളെല്ലാം വീണ്ടും എഴുന്നേറ്റ് നിന്നു. അവർ പ്രഖ്യാപിച്ചു, അതാണ് ശരി, അതാണ് ശരി. ധൃതരാഷ്ട്ര മഹാരാജാവ് എന്ത് തീരുമാനിക്കുന്നു എന്നറിയാൻ എല്ലാ കാതുകളും അങ്ങോട്ട് തിരിഞ്ഞു. എങ്ങും ശാന്തത പരന്നു. ഇതിനിടെ കൃപാചാര്യർ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. വേഗത്തിൽ മണ്ഡപത്തിൽ കയറി അവഗണനാപൂർവം എന്നെ തുളയ്ക്കുന്ന ഒരു നോട്ടം നോക്കി. മഹാരാജാവിനെ അഭിവാദനം ചെയ്ത് അദ്ദേഹം സംസാരിച്ചു. മഹാരാജാവേ, കർണന് മാർഗനിർദ്ദേശം നൽകുന്ന ഗുരു കൃപാചാര്യരാണ് സംസാരിക്കുന്നത്. കർണൻ എന്റെ ശിഷ്യനാണ്. പക്ഷേ അവന്റെ കുലം എനിക്കറിയില്ല. അവൻ ആരോടും അത് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. അർജുന യുവരാജാവ്
ക്ഷത്രിയ കുലജാതനാണ്. യുദ്ധനീതിയും ധർമ്മനീതിയും അനുസരിച്ച് സമാന കുലജാതരായവർ തമ്മിലെ ദ്വന്ദ്വയുദ്ധം പാടുള്ളൂ. ഈ ഹസ്തിനാപുരവാസികൾക്കെല്ലാമായി കർണൻ തൻ്റെ ശ്രേയസുറ്റ കുലത്തിൻ്റെ പേര് പറഞ്ഞു കൊടുക്കട്ടെ. അതിനുശേഷം അർജുന് ഇഷ്ടമുണ്ടെങ്കിൽ ദ്വന്ദ്വയുദ്ധം നടക്കട്ടെ. കാരണം ദ്വന്ദ്വയുദ്ധത്തിൻ്റെ അന്ത്യം ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം എന്നതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കുന്തമുനയേറ്റ പോലെ എന്നെ നോവിച്ചു. ക്ഷണനേരം കൊണ്ട് എൻ്റെ മനസ്സ് ചിന്തകളുടെ കുരുക്കിൽ കുടുങ്ങിപ്പോയി. ഞാൻ തല താഴ്ത്തി ആലോചന പൂണ്ടു. വർഷപാതമേറ്റു തണ്ടുലഞ്ഞ താമരപ്പൂ പോലെ എൻ്റെ തല കുനിഞ്ഞു. ആരോ മണ്ഡപത്തിലേക്ക് കയറുന്നു. അധീരനായി ഞാൻ തലയുയർത്തി നോക്കി. യുവരാജാവായ ദുര്യോധനാണ്. രാധേകർണൻ അടുത്ത അധ്യായത്തിൽ തുടരും.